വേദിയിലുള്ള നമുക്കേവർക്കും സുപരിചിതരും ബഹുമാനീയരുമായിട്ടുള്ള KV രാമകൃഷ്ണൻ മാഷ്, ഏറെ പ്രിയങ്കരനായ C രവീന്ദ്രനാഥ് മാഷ്, അഭാവം കൊണ്ടുപോലും നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നെത്തിയിട്ടുള്ള നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ SK വസന്തൻ മാഷ്, സദസ്സിൽ അഭിമുഖരായിട്ട് ഉപവിഷ്ടരായിട്ടുള്ള ശ്രീ ധർമ്മരാജ് അഡാട്ട് സാർ, ശ്രീ മോഹൻദാസ് പാറപ്പുറത്ത്, ശ്രീമതി MD രത്നമ്മ, ശ്രീമതി രാജലക്ഷ്മി മാനേലി, മാധവിക്കുട്ടി, പ്രിയമുള്ള സുഹൃത്തുക്കൾ, തൃശ്ശൂർ ലിറ്റററി ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചെറൂർ സാഹിതിയിൽ ഇടതടവില്ലാതെ സംഘടിപ്പിക്കുന്ന സാഹിത്യ പരിപാടിയുടെ 211ാമത്തെ അധ്യായമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മൾ നടന്ന വഴികൾ എന്ന് പേരിട്ടിരിക്കുന്ന എന്ന ശീർഷകത്തിലുള്ള ഈ പരിപാടിയിൽ നമ്മോട് സംവദിക്കുന്നത്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്കേവർക്കും സുപരിചിതരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ള രണ്ടുപേർ. നാളിതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ സാഹിത്യത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഇതിനോടകം തന്നെ വളരെ പൊതുജന ശ്രദ്ധ നേടുകയും തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒന്നാകെ തന്നെ രചനരേഖകളാൽ കുറിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ വസ്തുതയാണ്. സാഹിത്യത്തിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുന്ന വേദിയായി സാഹിതി ഇന്ന് മാറ്റപ്പെട്ടു. സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ച് വിശദമായ പഠനവും ഗവേഷണവും ചർച്ചയും പ്രഭാഷണങ്ങളും കൊണ്ട് മുഖരിതമായ ഒരു അന്തരീക്ഷമാണ് എപ്പോഴും സാഹിത്യത്തിൽ സംജാതമായിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ സാഹിത്യത്തിൻ്റെ നെടുന്തൂണുകളായിട്ടുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും കടന്നു വരികയും അവർക്ക് പറയാനുള്ള കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെ നഗരത്തെ സംബന്ധിച്ചോളം അത്രയ്ക്കും സുപരിചിതമായ ഒരു കാര്യമല്ല. പക്ഷെ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സാഹിത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ കാലങ്ങളിൽ നാം സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയേറെ ജനശ്രദ്ധ നേടിയതും ഒരു പക്ഷേ സാംസ്കാരിക മണ്ഡലത്തിലായ ചർച്ച ചെയ്യപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിൽ നോക്കിയാൽ ഇന്ന് നമ്മോട് സംവദിക്കുന്ന രണ്ടുപേർ KV രാമകൃഷ്ണൻ മാഷും C രവീന്ദ്രനാഥ് മാഷും, അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ടുപേർ. ഞാൻ പറയാതെ തന്നെ അറിയാം, വൈജ്ഞാനിക സാഹിത്യ മേഖലയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ് KV രാമകൃഷ്ണൻ മാഷ്. കഴിഞ്ഞ നമ്മുടെ പരിപാടി വിശ്വസാഹിത്യത്തിൻ്റെ അപൂർവതകളിൽ ഒന്നായിട്ടുള്ള ഡ്രാക്കുളയെ കുറിച്ചുള്ള ഒരു സജീവമായ ചർച്ചയായിരുന്നു. അതും വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന സീരീസിൽ നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ 12ാമത്തെ എപ്പിസോഡ്. ആ ഡ്രാക്കുള ഒരുപക്ഷെ മലയാളത്തിലേക്ക് ആധികാരികമായി വിവർത്തനം ചെയ്ത് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് KV രാമകൃഷ്ണൻ മാഷാണ്. മാഷിൻ്റെ ഡ്രാക്കുള പരിഭാഷയിലൂടെയാണ് നമ്മൾ അത് കൂടുതലും വായിച്ചത്, അറിഞ്ഞത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷേക്സ്പിയർ കൃതികൾ, ഷേക്സ്പിയറിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള കൃതികൾ വിവർത്തനം ചെയ്തതും മാഷ് തന്നെയാണ്. അങ്ങനെ ധാരാളം വിവർത്തന ഗ്രന്ഥങ്ങൾ മറ്റു പല ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും പരിചയപ്പെടുത്തുകയും ചെയ്തതിൽ മറ്റേത് എഴുത്തുകാരിലും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് KV രാമകൃഷ്ണൻ മാഷ്. ഈ അടുത്ത കാലത്ത് അവാർഡുകൾക്ക് പുറമെ സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം കൊടുത്ത് മാഷിനെ ആദരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ഇന്ന് വലിയ തിളക്കമുണ്ട്, വ്യത്യാസമുണ്ട്, പ്രത്യേകതയുണ്ട്. ഇന്ന് സാഹിതി ആ കാര്യത്തിൽ KV മാഷിനെ ആദരിക്കുക കൂടി ചെയ്യുക. അങ്ങനെയുള്ള മാഷാണ് അനുഭവങ്ങളെക്കുറിച്ച്, എഴുത്തിനെക്കുറിച്ച്, എഴുത്തിലുള്ള തൻ്റെ നിലപാടുകളെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നതും നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കും. മറ്റുള്ള C രവീന്ദ്രനാഥ് മാഷാണ്. ഒരു ആമുഖത്തിൻ്റെ ആവശ്യമേ അത്രയേറെ സുപരിചിതൻ. അധ്യാപകനായിട്ടും
സാംസ്കാരിക നായകനായും എഴുത്തുകാരനായും നിരൂപകനായും ഒക്കെ നമുക്കിടയിൽ ജീവിക്കുന്ന എന്ന് തന്നെ നമ്മൾ അടിവരയിട്ട് പറയേണ്ടി വരും. അത്തരത്തിലുള്ള യാതൊരു ആടയാഭരണങ്ങളും ഇല്ലാത്തവരാണ്. ഏതൊരു സാധാരണക്കാരെയും പോലെ നമുക്കൊപ്പം ജീവിക്കുന്ന, അത് അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത്. തൃശ്ശൂരുകാരൻ എന്ന നിലയിൽ എനിക്ക് എന്നും അഭിമാനത്തോട് ചൂണ്ടിക്കാൻ കഴിയുന്ന ഒരാളാണ് സി രവീന്ദ്രനാഥ് മാഷ്. ആ പോകുന്നതാണ് മാഷ് എന്ന് പറയാൻ, ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയും. ഒരുപക്ഷെ നമ്മൾക്കിടയിൽ അങ്ങനെ ഒരാളില്ല മാഷല്ലാതെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അങ്ങനെയുള്ള സി രവീന്ദ്രനാഥ മാഷുമാണ് ഇന്ന് നമ്മോട് സംവദിക്കുന്നത്. രണ്ടുപേർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ആശംസിക്കുന്നതോടൊപ്പം തന്നെ സ്വാഗതിയിലെ ഈ പരിപാടിയിൽ ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തീർത്തും ഔപചാരികത ഒന്നുമില്ലാതെ നമുക്ക് യാത്ര തുടങ്ങാം. ആദ്യം നമ്മോട് സംസാരിക്കുന്നതെന്ന് KV രാമകൃഷ്ണ മാഷാകട്ടെ. രാമകൃഷ്ണ മാഷിൽ നിന്നും നമുക്ക് തുടങ്ങി വെക്കാം. ആദരപൂർവ്വം രാമകൃഷ്ണ മാഷിനെ ക്ഷണിക്കുക. പ്രിയ സ്നേഹിതരെ, സുദീർഘമായിട്ടുള്ളൊരു പ്രഭാഷണം തന്നെയാണ് KV രാമകൃഷ്ണന്മാർ അവതരിപ്പിച്ചത്. മാഷിൻ്റെ ജീവിതം നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നതും അതൊക്കെ തന്നെയാണ്. മാഷെ പോലൊരാളുടെ ജീവിതത്തിൽ മാഷ് നേരിട്ടത്, അനുഭവങ്ങൾ, എഴുത്തിലേക്ക് വരാനുള്ള വഴികൾ, ആ എഴുത്ത് എങ്ങനെയൊക്കെയാണ് മാഷിൻ്റെ ജീവിതത്തിൽ അതുപോലെ ഒരു വ്യക്തിത്വത്തെ പിടിക്കുന്നതിൽ സംഭാവന നൽകിയത്, ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നടന്ന വഴികളിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ അതിനൊരു മറ്റൊരു വേർഷനുണ്ട്. അതാണ് രവീന്ദ്ര മാഷ് അവതരിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ നടന്ന വഴികൾ എന്ന് പറയുമ്പോൾ ഈ സമൂഹം നടന്നൊരു വഴിയുണ്ട്. അത് ആ രണ്ട് രീതിയിലും എടുക്കാം, രണ്ടും തെറ്റല്ല. നമ്മുടെ ഈ പരിപാടി ഒരു ചെയിൻ പ്രോഗ്രാം തന്നെയാണ്. ഇത് കണ്ടിന്യൂസ് നടക്കുന്ന ഒരു ശീർഷകത്തിൽ നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് രീതിയിലും നമുക്ക് ഉൾക്കൊണ്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയത് അത് മാഷ് പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം KV രാമകൃഷ്ണ മാഷിൻ്റെ ആണെങ്കിലും സി രവീന്ദ്രനാഥ് മാഷിൻ്റെ ഒക്കെ ആണെങ്കിലും പ്രഭാഷണങ്ങളൊക്കെ നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുവരെ കേൾക്കാത്ത കാര്യം അതാണ് നമ്മളിവിടെ കേൾക്കുന്നത്, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാഷിപ്പോൾ ജീവിതകഥ തന്നെ എഴുതി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിൽ നിന്നും അടർത്തിയെടുത്തിട്ടുള്ള ഏതാനും കാര്യങ്ങളായിരിക്കാം നമ്മോട് പങ്കുവെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ അത് എഴുതിയ ആളുടെ കയ്യിൽ നിന്ന്, നാവിൽ നിന്ന് നമുക്ക് നേരിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത്, അതിൻ്റെ വില നമുക്ക് ഇന്ന് മനസ്സിലാകില്ല. കുറേ കാലം കഴിയുമ്പോൾ ചരിത്രത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് ചരിത്ര മുഹൂർത്തങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് സാഹിത്യ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള സാധാരണ സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങൾ, സാഹിത്യ ചർച്ചകളൊക്കെ നമ്മൾ എത്രയോ കേൾക്കുന്നതാണ് അല്ലേ. നിരന്തരമായിട്ട് KVRും രവീന്ദ്രനാഥ മാഷൊക്കെ നമ്മുടെ സാംസ്കാരിക സംഗമങ്ങളിൽ തൃശ്ശൂരിൽ വളരെ സജീവമായി നിൽക്കുന്നവരും അവിടെ പ്രഭാഷണങ്ങൾ ധാരാളമായി നമുക്ക് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരിക്കാം ഇന്നീ കേൾക്കുന്നത്. അത് കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രത്യേകതയും ഒരു പരിധിവരെ സാഹിത്യയുടെ പ്രത്യേകതയും എന്ന് പറയുകയാണ്. ഇനി നമുക്ക് സി രവീന്ദ്രനാഥ് മാഷ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ചോദ്യോത്തരത്തിന് മാഷ് നിൽക്കില്ല എന്ന്. കാരണം മാഷിന് സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് KV ആറിനോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. നമുക്ക് ചോദിക്കാനുള്ള എന്തോ ധാരാളം കാര്യങ്ങൾ ഗുരുവിൻ്റെ മുഖത്തു നിന്ന് തന്നെ നമ്മളെല്ലാം നേരിട്ട് കേൾക്കാം, നേരിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം ഇപ്പോൾ തന്നെ. അതിൻ്റെ മറുപടി എനിക്ക് പറയാൻ തോന്നുന്നു. ഒറ്റ മിനിറ്റുള്ളൂ. സന്തോഷമുണ്ട് സാറിനെ പോലെ ഒരാളുടെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞതിൽ. തീർച്ചയായിട്ടും ഇത് അത്തരത്തിലല്ല നമ്മൾ ഈ വേദിക്ക് രൂപം കൊടുത്തതും ഇത് പ്രവർത്തിക്കുന്നതും. ഇത് മുഴുവൻ എഴുത്തുകാരുള്ള ഒരു സംഘടന. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തൃശ്ശൂർ ലിറ്റററി ഫോറം എൻ്റെ 300-ൽ പരം അംഗങ്ങളുണ്ട്. എല്ലാവരും തന്നെ എഴുത്തുകാരാണ് എന്നുള്ളതാണ്. അല്ല, എഴുത്തിലേക്ക് വരുന്നവരാണ് ചെറിയൊരു വിഭാഗം. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ഈ തൃശ്ശൂർ ലിറ്റററി ഫോറം. തൃശ്ശൂർ ലിറ്റററി ഫോറത്തിൻ്റെ സാംസ്കാരിക വേദി അല്ലെ എൻ്റെ പ്ലാറ്റ്ഫോമാണ് സാഹിത്യം. ഈ സാഹിത്യക്കുള്ളിൽ ഈ നിരന്തരമായി പരിപാടി നടത്താനുള്ള സംവിധാനങ്ങൾ മാത്രമല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന ലൈബ്രറി ഉണ്ട്, ഭാഷാ പഠന കേന്ദ്രമുണ്ട്, നമുക്ക് സ്വന്തമായ പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്, വാൻവിൽ പബ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് പുസ്തകങ്ങൾ ധാരാളം ഇറക്കാറുണ്ട്. എഴുത്തുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിസ്വാർത്ഥമായ രീതിയിലാണ് എല്ലാം ചെയ്തത്. അപ്പോൾ എഴുത്തുകാർക്ക് വേണ്ടി എഴുത്തുകാർ നടത്തുന്ന സ്ഥാപനം എന്നുള്ള പ്രത്യേകത കൊണ്ടായിരിക്കാം ഈ സജീവത ഞങ്ങൾക്ക് എന്നും നിലനിർത്താൻ കഴിയുന്നു. പിന്നെ വലിയൊരു കെട്ടുറപ്പുണ്ട്.
ഭിന്നതകളില്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞു. വലിയ 99%, 100% ഞാൻ പറയുന്നത് അഹങ്കാരമായി മാറും. 99% ഒരു ഐക്യമുണ്ട്, ഒരു കെട്ടുറപ്പുണ്ട്, അഭിപ്രായങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. ആ കെട്ടുറപ്പ് തന്നെയാണ് ഞങ്ങളുടെ അടിസ്ഥാനമെന്ന് പറഞ്ഞത്. അതിന് നിരന്തരമായിട്ട് അതുകൊണ്ട് തന്നെ പരിപാടികൾ നടന്നു പോകും. ഇന്നത്തെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഇലക്ട്രിക് ബോർഡ് സ്ഥാപിതമായിട്ട് 4 വർഷം കഴിഞ്ഞു. സാഹിതി 2 വർഷം എടുക്കാണ്. 211ാമത്തെ പരിപാടിയാണ്. അതിൽ തന്നെ ഭൂരിപക്ഷ പരിപാടികളും ശനിയാഴ്ചകളിൽ ബ്രേക്കില്ലാതെ ഒറ്റ ശനിയാഴ്ച പോലും മുടക്കമില്ല എന്ത് സംഭവിച്ചതെന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. സാമാന്യ ഭേദപ്പെട്ട ആസ്വാദകർ കിട്ടാറുണ്ട്. നല്ല പ്രാസംഗികരെ നന്നായിട്ട് തന്നെ നമുക്ക് അധ്യാപകനെ പോലെ ക്ലാസ് എടുത്ത് വീണ്ടും നമ്മൾ ക്ലാസ്സിലിരിക്കുകയാണല്ലോ. KVR സംസാരിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. മാഷിന്റെ സംസാരം മുഴുവൻ വിദ്യാർത്ഥികളോടാണ്. അത്തരത്തിൽ വസന്ത മാഷിനെയും രത്നമ്മ ചേച്ചിയും പോലുള്ള നിരവധി എഴുത്തുകാരുടെ സാന്നിധ്യമുണ്ട്. രഘുനാഥ് സാറുണ്ട്. ഇവിടെയൊക്കെ സാന്നിധ്യങ്ങളൊക്കെ തരുന്ന അനുഗ്രഹീതമായ ഒരു ഇടം കൂടിയാണ് സാഹിതി എന്നുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ എടുത്തൊരു തീരുമാനം പറയാം. ഇപ്പം മാഷ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ മാഷിനെ ആദരിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ആദരിക്കേണ്ട ടീച്ചറാന്നുള്ള ഇപ്പം നന്ദകുമാർ സാറും മാഷും പറഞ്ഞതിൽ മനസ്സിലായത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് മാഷിന്റെ സാന്നിധ്യത്തിൽ ടീച്ചറെ ഒന്ന് ആദരിച്ച ശേഷം ടീച്ചറെ കുറച്ച് ഓണമൊക്കെ അല്ലേ, 2 പേർക്കുള്ള ഓണക്കോടി നന്നായിട്ട് വരുന്നുണ്ട്. മാഷ അങ്ങനെ തന്നെയാ പ്രസംഗിച്ച് വരുന്നത്. തന്നെയല്ല ഗദ്ഗത കണ്ടനായപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി. അപ്പൊ ആ ബന്ധത്തിന്റെ ഡെപ്ത് എന്നാണ് സാറിവിടെ സൂചിപ്പിച്ചത്. അതൊരു അത്ഭുതകരമായ സംഭവമാണ്. ഈ കാലഘട്ടത്തിലേക്ക് കാണാൻ പറ്റിയത്. അങ്ങനെയുള്ള ആൾക്കാരും ഇല്ലാതെ വരികയാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യണം. സാഹിതി 2 പേരെ ആദരിക്കണം. അതിന്റെ ഭാഗമായിട്ട് ടീച്ചർക്ക് ഞങ്ങളുടെ ആദരവ്. എല്ലാവരും കൂടെ വരാം.